നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 2025 ജൂൺ മാസത്തിൽ 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഈ മാസത്തെ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും ഒന്ന് പരിശോധിക്കാം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയിൽ മേടത്തിൽ ബുധൻ, ഇടവത്തിൽ രവി, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ ചൊവ്വ, കന്നിയിൽ കേതു, മീനത്തിൽ ശുക്രൻ, ശനി, രാഹു എന്നിങ്ങനെയാണ്. ഇടവം 23-ന് അതായത് ജൂൺ 6-ന് ബുധൻ മിഥുനം രാശിയിലേക്കും, ഇടവം 24-ന് അതായത് ജൂൺ 7-ന് ചൊവ്വ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ബുധനാകട്ടെ മിഥുനം 8-ന് അതായത് ജൂൺ 22-ന് കർക്കിടകം രാശിയിലേക്കും, ശുക്രൻ മിഥുനം 15-ന് അതായത് ജൂൺ 29-ന് ഇടവം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് 27 നക്ഷത്രക്കാർക്കും ഈ 2025 എന്തെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയാം. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് ചെറിയ സുഖക്കുറവുകൾ അനുഭവപ്പെടാം. കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുന്നതാണ്. സ്ഥാനമാറ്റം, ചില കേസുകളും പ്രശ്നങ്ങളും വന്നുപെടാനും ഇടയുണ്ട്. കഠിന പ്രയത്നത്തിന് ഫലം കാണാനാകും. തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ്. വിദേശത്ത് ജോലിക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. വരുമാനം വർദ്ധിക്കുന്നതിനും പാർട്ട്നേഴ്സുമായി ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറി വരുന്നതുമാണ്. സുഹൃത്ത് സമാഗമം, സാമൂഹിക ബന്ധങ്ങൾ വളരുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകും. ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കുടുംബ ചിലവുകൾ വർദ്ധിക്കുന്നതിനാൽ നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. താൻ ആഗ്രഹിച്ച കോഴ്സുകളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും ഇടയാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനാകും. മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായ പങ്കാളിയെ തന്നെ ലഭിക്കാനാകും. എന്നാൽ പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾക്കും ഇടയാകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സ്കിൻ ഡിസീസസ് പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. കാൽപാദങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും പക്കപ്പിറന്നാളിന് കടുംപായസം എന്നിവ സമർപ്പിക്കുക. ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും. പുതിയ പദവി ലഭിക്കുന്നതിനും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതുമാണ്. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ആശയവിനിമയ കാര്യങ്ങളിൽ തൃപ്തികരമായിരിക്കും. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും തനിക്ക് അനുകൂലമായവ തന്നെ ലഭിക്കുന്നതാണ്. വിദേശത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമാണ്. എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ തീരുമാനമാകാൻ ഇടയുണ്ട്. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തും ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും.
ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും അവ ശുഭച്ചിലവുകളായി മാറാനും ഇടയുണ്ട്. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. പല്ല്, കണ്ണ്, ചെവി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഹാര ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുന്നതും നന്നായിരിക്കും. ശിവഭഗവാന് ധാര, ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക. ലളിതാ സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് ചില നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. തൻ്റെ പ്രയത്നങ്ങൾക്കെല്ലാം ഫലം കാണാനാകും. പുതിയതായി ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ ലഭിക്കുന്നതാണ്. ഈ മാസത്തിൻ്റെ 1-ാം പകുതിയേക്കാൾ 2-ാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. എല്ലാ കാര്യത്തിലും ഒരു മത്സരബുദ്ധി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം, ഉയർന്ന പദവി, തൊഴിൽ മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ടു പോകാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ മാസക്കാലം അനുകൂലമാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാൻ ഇടയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ്. ചിലവുകൾ വർദ്ധിക്കും. അവ സുഖച്ചിലവുകളാക്കി മാറ്റാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതിനും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും നന്നായിരിക്കും. ആത്മവിശ്വാസം അമിതമാകരുത്. ആദ്യവാരത്തിനു ശേഷം കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ മോചനമുണ്ടാകുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ധാരാളം യാത്രകൾ വേണ്ടിവരും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തൻ്റെ പ്രസ്താവനകൾ അസ്ഥാനത്താകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹകാര്യങ്ങൾക്ക് ഗുണകരമായ മാസക്കാലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ദമ്പതികളുടെ ഇടയിൽ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നവർക്ക് അവ മാറി വരുന്നതായി കാണാം. കുടുംബജീവിതത്തിലും വലിയ അസ്വാരസ്യങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാനാകും. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെങ്കിലും ചില പ്രശ്നങ്ങൾ അലട്ടുന്നതാണ്. പല്ല്, കണ്ണ്, ചെവി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളും സ്കിൻ ഡിസീസസ് എന്നിവ അലട്ടാനിടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മമേഖല ഗുണപ്രദമായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. 2-ാം പകുതിയേക്കാൾ 1-ാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വന്നേക്കാം. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വിദേശ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും അനുകൂല മാസക്കാലമാണ്. ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. 2-ാം പകുതിയിൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. മറ്റുള്ളവരെ കളിപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അനാവശ്യ ചിലവുകളും വന്നു ചേരും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതാണ്.
എന്നാൽ ഉന്നത പഠനത്തിനായി പ്രവേശനം ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ആദ്യ പകുതിയിൽ രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അസമയത്ത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഡയബറ്റിസ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗം അനുകൂലമാണ്. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ, ഉയർന്ന അധികാരം, മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും പുതിയ തൊഴിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതുമാണ്. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും. വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും. സാമ്പത്തിക വർധനവ് ഉണ്ടാകുവാനും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരം വിപുലീകരിച്ച് മുന്നോട്ട് പോകാനും ആകും. വിദേശ വിപണനം സാധ്യമാകും. സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതാണ്. വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് വഴി സുഖച്ചിലവുകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. എന്നാൽ പ്രണയിതാക്കൾക്ക് അനുകൂല മാസക്കാലമാണ്. അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാനാകും. ആദ്യ പകുതിയിൽ കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ആദ്യ പകുതിയിൽ രോഗശമനം ഉണ്ടാകാമെങ്കിലും ദൂരദേശ യാത്രകൾ, ശരീര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എല്ലാ കാര്യത്തിലും ഒരു കാലതാമസം നേരിടുന്നതാണ്. അച്ഛനും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മമേഖലയിൽ തിളങ്ങി നിൽക്കാനാകും. പദവി മാറ്റം, ഉയർച്ച, ഏർപ്പെടുന്ന പ്രവൃത്തികളിലെല്ലാം നല്ല ഫലവും ലഭിക്കുന്നതാണ്. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഇടയാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അവ ലഭിക്കുവാൻ ഇടയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചിലവുകൾ കൺട്രോൾ ചെയ്ത് പോകേണ്ടതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനിടയുണ്ട്. ദൈവാധീനത്താൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്
മുന്നോട്ട് പോകാനും ആകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ചിലർക്ക് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പല്ല്, ചെവി, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ തുടക്കത്തിൽ കർമ്മരംഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുകയും ചെയ്യും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. തൻ്റെ പേരിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയിൽ നിന്നെല്ലാം വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ഇടയാകും. വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനപരമായ വരവുണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. വിദ്യാർത്ഥികൾക്കാകട്ടെ ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടായാലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയം സുനിശ്ചിതമാണ്. ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതും ആണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാന വർധനവ് ഉണ്ടാകാനും തൻ്റെ കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായും കാണാം. വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രണയിതാക്കൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനാകും. ചിലരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും അത്യന്താപേക്ഷിതമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാലതാമസങ്ങൾ നേരിടുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രോഗാരിഷ്ടതകൾ കുറഞ്ഞു വരുന്നതായി കാണാം. മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതുമാണ്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവഭഗവാന് പിൻവിളക്ക് എന്നിവയും സമർപ്പിക്കുക. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ഒന്നാം പകുതിയേക്കാൾ മെച്ചം. കർമ്മരംഗത്ത് സ്ഥലം മാറ്റം, തൊഴിൽ മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യത്തിലും ഒരു കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. വിദേശ വിപണനം ഗുണപ്രദമാകും. കഠിനാധ്വാനത്താൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. സുഖച്ചിലവുകൾ വേണ്ടി വന്നേക്കാം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ധാരാളമായി വന്നു ചേരും. വീട് പുതുക്കി പണിയുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ്. വീട് മാറാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഉന്നത പഠനത്തിനായി താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും. മാസാവസാനത്തോടെ കാര്യങ്ങൾ ഭേദപ്പെടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദം അല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും.
ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും. അച്ഛനുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദര സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. മാനസിക സംഘർഷവും വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. മഹാദേവന് ധാര, ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് മാസത്തിൻ്റെ പകുതിയോടെ കാര്യങ്ങൾ ഭേദപ്പെട്ടു വരുന്നതാണ്. എല്ലാവിധ സന്തോഷങ്ങളും, ഉയർച്ച, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യവും ഉണ്ടാകുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരും. ശുഭചിലവുകൾ വന്നു ചേരാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ദൈനംദിന വരുമാനം വർദ്ധിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ടു പോകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും. ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. പ്രണയിതാക്കളുടെ ഇടയിലെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ഇടയാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും. ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നതിനും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്നതുമാണ്. ജീവിത പങ്കാളിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഗണപതിക്ക് കറുകമാല, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ ജപിക്കുകയും ചെയ്യുക. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് അംഗീകാരം ആദ്യ പകുതിയിൽ കൂടുതൽ മെച്ചവുമായിരിക്കും. മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശ തൊഴിലിനും അനുകൂല മാസക്കാലമാണ്. ധനാഗമനം വർദ്ധിക്കുന്നതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ധനനഷ്ടമുണ്ടാകാനും ഇടയുണ്ട്. പഠനത്തിനായാലും മംഗളകർമ്മങ്ങൾക്കായാലും ധനച്ചിലവുകൾ വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. വിദേശ വിപണനവും സാധ്യമാകും. വിവാഹകാര്യങ്ങൾക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം സുഖകരമാകണമെന്നില്ല. ദമ്പതികളുടെ ഇടയിലെ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ആകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും. കുടുംബസംഗമം, ബന്ധുസമാഗമം, സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഉണ്ടായിരുന്ന രോഗപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകും. എന്നാലും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. നെഞ്ചരിച്ചിൽ, ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും.
കുടുംബ ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. കർമ്മരംഗത്ത് അശ്രദ്ധ മൂലം മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഗണപതിക്ക് കറുകമാല, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനും സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കുന്നതിനും പല സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതിനും പലവിധ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധയുണ്ടാകണം. ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഗുണപ്രദമാണ്. ഉന്നത പരീക്ഷകളിൽ വിജയിക്കാനും ദൈവാധീനത്താൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതാണ്. പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ്. വിദേശ വിപണനവും ഗുണപ്രദമാകും. ദൈവാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. വിവാഹകാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ പ്രണയിതാക്കൾക്ക് അനുകൂലമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാകേണ്ടതാണ്. കുടുംബത്ത് ജോലിഭാരം വർദ്ധിക്കുന്നത് വഴി ദേഷ്യം വർദ്ധിക്കുന്നതിനും ഇടയാകും. കടബാധ്യതകൾ വർദ്ധിക്കും. ശത്രുശല്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും വന്നു ചേരും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയില്ല. മാനസിക പിരിമുറുക്കം ഉണ്ടാകും. അകാരണമായ ഒരു ഭയം ഉണ്ടാകുന്നതാണ്. ദേഷ്യം നിയന്ത്രിക്കണം. വീഴ്ച, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഗണപതിക്ക് കറുകമാലയും സമർപ്പിച്ച് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 2025 ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും സന്തോഷം, ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമയക്കാലമാണ്. തൊഴിലിടത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടായി വരും. എല്ലാവരോടും വിനയത്തോടുകൂടി പെരുമാറാൻ ശ്രദ്ധിക്കുക. വിദേശയാത്രയ്ക്കായി വിസ തയ്യാറാക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് അവയെല്ലാം മാറി വരുന്നതാണ്. സഹകരണ മേഖലയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വിപുലീകരിക്കുന്നതിന് നല്ല നേട്ടങ്ങളും ഉണ്ടാകും. വിദേശ വിപണനം സാധ്യമാകും. പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വർദ്ധിക്കും. കേസുകളോ വഴക്കുകളോ ഉണ്ടായിരുന്നവർക്ക് അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബം വഴി സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതാണ്. പലതരത്തിലുള്ള ശുഭ ചിലവുകളും വർദ്ധിക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകും. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ്. ഉന്നത പഠനത്തിനായി ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതുമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ രണ്ടാം പകുതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുപെട്ടേക്കാം. ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും സ്വന്തമാക്കുക. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും.
വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. വീട് പുതുക്കി പണിയുന്നതിനും അവസരം ഒരുങ്ങും. അച്ഛനും അമ്മയുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം. ഊർജ്ജസ്വലത ഇല്ലായ്മ അനുഭവപ്പെടുന്നതാണ്. ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പേശീവേദന, നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, അയ്യപ്പസ്വാമിക്ക് എള്ള് പായസം എന്നിവ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ജൂൺ മാസത്തിൽ 27 നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.